അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുബ്ബൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും കുബ്ബൂസ് എങ്ങനെ ദോശ പോലെ ഉണ്ടാക്കുന്നത്, പക്ഷേ കുബ്ബൂസ് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കഴിക്കാൻ. അതേപോലെ തന്നെ പൊറോട്ട കഴിക്കുന്ന ആൾക്കാർക്കും പൊറോട്ടയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. ഈ മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. മൈദ അവോയ്ഡ് ചെയ്തിട്ട് ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് 1/2 കിലോ മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അംഗസംഖ്യ അനുസരിച്ച് പൊടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കാനൊരു അളവൊന്നുമില്ല. അവരവരുടെ വീട്ടിലേക്കുള്ള സാധനത്തിന് നമ്മൾ അളവ് പറഞ്ഞാലൊന്നും അറിയത്തില്ലല്ലോ. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഉപ്പും പഞ്ചസാരയും നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കട്ട കെട്ടാതെ വിസ്ക് വെച്ച് തന്നെ വേണം കേട്ടോ നമ്മൾ പിന്നെ ഇത് കലക്കാനായിട്ട്. ആവശ്യത്തിന് നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമൊന്നുമല്ല, സാദാ വാട്ടർ വെള്ളം ഒഴിച്ചിട്ട് ദോശയുടെ പരുവം, ദോശേനേലും കുറച്ചും കൂടി ലൂസായിരിക്കണം. അതുപോലെ കട്ട കെട്ടാതെ ഒട്ടും കട്ടയില്ലാതെ ചെറുതായിട്ട് നല്ലതുപോലെ കലക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കണം. അത് വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്താൽ നമുക്ക് ഈ കുബ്ബൂസിന് സ്റ്റിഫ്നെസ് കിട്ടത്തില്ല. ഈ കുബ്ബൂസ് കൊണ്ട് നമുക്ക് ഇത് ഷവർമ്മ ഉണ്ടാക്കി കഴിക്കാം, ഷവർമ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ മട്ടൻ കറി, ബീഫ് കറി, ചിക്കൻ കറിക്കൊക്കെ നമുക്ക് പൊറോട്ടനേലും ടേസ്റ്റായിട്ട് തിന്നാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഏത് വയസ്സായവർക്ക് പോലും നല്ല സ്റ്റിഫ്നെസ്സും ആയിട്ടുള്ള നല്ല അടിപൊളി സാധനം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് എന്നിട്ട് ഒരു ദോശക്കല്ലിനകത്ത് എണ്ണ ഒഴിച്ച് ആ മാവ് കോരി ഒഴിച്ചിട്ട് ഒട്ടും കട്ടിയില്ലാത്ത രൂപത്തിൽ വേണം കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കത് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ ആദ്യം ഒഴിച്ചാണല്ലോ കൊടുക്കുക. പിന്നെ എണ്ണയൊന്നും തൂക്കണ്ട കേട്ടോ, അതിനകത്ത് എണ്ണ ചേർന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഒരു അല്പം പഞ്ചസാര മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. പഞ്ചസാര എന്തിനാന്ന് വെച്ചാൽ ഇതിനൊരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഓയിലും കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും നല്ല പൊറോട്ടയുടെ പോലെ തന്നെ നല്ല മയമായിരിക്കും. അതിങ്ങനെ കീറി വരുമ്പോൾ നല്ല പൊങ്ങി വരുന്ന സാധനമുള്ളൂ. കീറി വരുമ്പോൾ ലെയർ പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. കറികൾ കൂട്ടി കഴിക്കുക. അതേപോലെ തന്നെ ചിക്കനും വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് നമുക്ക് ഷവർമ്മ പോലെ റോൾ ചെയ്ത് കഴിക്കാൻ പറ്റും. മയണൈസും കൂടി ഇട്ട് റോൾ ചെയ്ത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമല്ലോ. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നല്ല ടർക്കിക്കകത്ത് മൂടി വെക്കണം കേട്ടോ. അപ്പോഴാണ് അത്, അല്ലെങ്കിൽ ഒരു ബലം കിട്ടാതെ നല്ല സോഫ്റ്റ്നെസ് ആവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.